ഏത് വിഷയം വരുമ്പോഴും നമ്മൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ തയ്യാറായാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹദീസിൽ ഒരു സംഭവം കാണാം. പരിശുദ്ധ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ മഹത്തായ ഒരു ഹദീസുണ്ട്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെയും സൂക്ഷിക്കും. അതെങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്? അല്ലാഹു തിരിച്ചെങ്ങനെയാണ് നമ്മെ സൂക്ഷിക്കുന്നത്? രണ്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നേരെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരും. ശ്രദ്ധിക്കണം, വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. നീ നിന്റെ റബ്ബിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരുമെന്നാണ്, അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മലായികകൾ ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മാലാഖമാര് ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. എന്തിനെന്നറിയോ? മുകളിലുള്ള ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത് പോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശത്ത് പ്രകാശം പരത്താറുണ്ട് എന്നാണ്. ഇന്ന അഹ്ലസ് സമാഇ ലയറൗന ബുയൂത അഹ്ലദ് ദിക്രി തുദീഉ ലഹും കമാ തുദീഉൽ കവാകിബു ലിഅഹ്ലിൽ അർളി. എങ്ങനെയാണോ ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത്, അതേപോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശങ്ങളിലും പ്രകാശം പരത്തുന്നുണ്ട് എന്നാണ്. ആ ഒരു പ്രകാശം ലഭിക്കാൻ ആകാശങ്ങളിലുള്ള മാലാഖമാര് ഭൂമിയിലേക്ക് നോക്കുമെന്നാണ്. ആരാണ് ആ പ്രകാശം പരത്തുന്നവർ? രാത്രിയായാൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ. സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലയോ? ആ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ, രാത്രിയെ 3-ൽ 2 ഭാഗമാക്കി 3 ഭാഗമാക്കി 3-ൽ 2 ഭാഗം ഉറങ്ങാനും 1 ഭാഗം ഇബാദത്തിനും വേണ്ടി നമ്മൾക്ക് മാറ്റിവെക്കാമല്ലോ. ഒരു 3 മണിക്ക് എണീക്കാം, 4 മണിക്ക് എണീക്കാം, 4:30 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കാം. ഏകദേശം സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പോ 1 മണിക്കൂർ മുമ്പോ ഒക്കെ നമ്മൾ എണീക്കാൻ സാധിക്കും എല്ലാ ദിവസവും. ആ സമയത്താണ് ആകാശങ്ങളിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നത്. ആ സമയത്താണ് ഏത് പാവങ്ങളും അല്ലാഹു പുറത്തു തരുന്നത്. ആ സമയത്താണ് ഏത് പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുന്നത്. 1-ാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട് വീടുകളെ ധന്യമാക്കുന്നവർ ആരാണോ അവരുടെ വീടുകൾ പ്രകാശപൂരിതമായിരിക്കുമെന്നും അവരുടെ വീടുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മലായികകൾ ഭൂമിയിലേക്ക് നോക്കുമെന്നും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരൽപ്പ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. നമ്മൾ ഉറങ്ങിയാൽ ആരും ചോദിക്കില്ല, എന്തേ നീ ഉറങ്ങുന്നത്, എന്തേ നീ തഹജ്ജുദ് നിസ്കരിക്കാത്തത്? ആരും ചോദിക്കില്ല. പക്ഷേ ആരും ചോദിക്കില്ലെങ്കിലും എന്റെ റബ്ബിന് വേണ്ടി ഞാനൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഞാൻ ചെലവഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഉറക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തലാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മഹാനായ ഹസൻ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ ബാലുൽ
മുതഹജ്ജിദീന മിൻ അഹ്സനിൻ നാസി വുജൂഹാ. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് പ്രകാശം ലഭിക്കാനുള്ള കാരണം എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് ഒരു വെളിച്ചം കിട്ടാനുള്ള കാരണം എന്താണ്? ആ മുഖത്തിന് എന്തെന്നില്ലാത്ത പ്രഭ, എന്തെന്നില്ലാത്ത പ്രകാശം, ഗൗരവം, വഖാർ, ഗാംഭീര്യം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്നഹും ഖലൗ ബിർറഹ്മാൻ, അവർ അല്ലാഹുവുമായി ഒഴിഞ്ഞു നിന്നു. അല്ലാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ജനങ്ങളുടെ സുഖങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് ആരും കാണാത്ത സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ അവർ സമയം കണ്ടെത്തിയതുകൊണ്ട് ഫഅൽബസഹും നൂറൻ മിൻ നൂരി, അല്ലാഹു പ്രകാശമാണ്, അല്ലാഹു വെളിച്ചമാണ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശങ്ങളുടെ ഭൂമിയുടെ വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നൊരംശം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചമുണ്ടാകും, ഗൗരവമുണ്ടാകും, ഗാംഭീര്യമുണ്ടാകും, പ്രകാശമുണ്ടാകും. ജനങ്ങൾക്ക് അവരോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരിച്ചു സൂക്ഷിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഹാക്കിം എന്നവർ ഉദ്ധരിക്കുന്ന സംഭവം, സഫീന റളിയല്ലാഹു അൻഹു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ് സഫീന റളിയല്ലാഹു അൻഹു. റഖിബത്തുൽ ബഹ്റ, ഞാൻ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. അഥവാ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അല്ലാഹു നടത്തി തരും. ഇംപോസിബിൾ എന്ന് നമ്മൾ പറയും, അത് നടക്കൂല നമ്മൾ പറയും, പക്ഷെ നടക്കും. താമസം ബോധം കണ്ട് താഴേക്ക് വീഴുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബിയേ, എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും. നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും, നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും. ഇവിടെ ഇരിക്കുന്ന A to Z എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ. പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം, പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പ് തരാ? നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കഴിയോ? ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ മകനെ നൂഹ് നബിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ വിഷയം ഞാൻ എങ്ങനെയാ പറഞ്ഞ, ഭാര്യയെ നീ സംരക്ഷിക്കണം, മക്കളെയും സംരക്ഷിക്കണം. മക്കളെ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പേടിച്ചുകൊണ്ട് നിലത്ത് വീണു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഫതാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അത് പറയുകയും അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ ആയത്താണ് മരണപ്പെടാൻ കാരണമായത്. ഇതുപോലെയായിരുന്നു പ്രഗൽഭരായ മഹാന്മാരായ സ്വഹാബാക്കൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾക്കറിയാം. മുനാഫിഖീങ്ങളായ ശത്രുക്കളിൽ ചില ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞയച്ചു തരണമെന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ 6 ആളുകളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചത്. അതിലൊരാൾ ഖുബൈബ് തങ്ങളാണ്. ബദറിൽ തന്റെ കുടുംബക്കാരെ വെട്ടിവീഴ്ത്തി എന്ന കാരണത്താൽ ഖുബൈബിനെ വധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഖുബൈബിനെ വാങ്ങുകയാണ്. അദ്ദേഹത്തെ തൂക്കിലേറ്റ് വധിക്കാൻ വേണ്ടി. തൂക്കിലേറ്റുന്നത് വരെ ഒരു വീട്ടിൽ തടങ്കലിലായി, ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ വീട്ടുകാര് പറയുന്നുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടെ ഖുബൈബിന്റെ
ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ മക്കയിൽ കാണാത്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. മക്കയിൽ പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് ആ ഭക്ഷണം കൊടുത്തത്? ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളിക ഇറക്കിയിട്ടുണ്ട്. അതൊരു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ്. എന്നാൽ ഇവിടെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം റൂമിലേക്ക് അല്ലാഹു വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കൊടുത്തു എന്നാണ്. അതേപോലെയല്ലയോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, പരിശുദ്ധമായ ഖുർആനിൽ കാണാം സക്കരിയ നബി അലൈഹിസ്സലാമാണ് മഹദിയായ നമ്മുടെ മറിയം ബീവി റളിയല്ലാഹു അൻഹുവിനെ വളർത്തുന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം റൂമിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം മറിയം ബീവി റളിയല്ലാഹു അൻഹ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ചോദിക്കുന്നു, അന്നാ ലക്കി ഹാദാ, ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ والله أعلم بما ضلعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. പ്രസവിക്കുന്ന സമയത്ത് പൈശാചികമായ ശർറിൽ നിന്ന് എന്റെ മക്കളെ കാക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് പൈശാചികമായ ശർ ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഒരു ഉമ്മയുടെ ബാധ്യതയാണത്, ഒരു പിതാവിന്റെ ബാധ്യതയാണത്. ഒരു ഉമ്മ ഫലമ്മാ വളഅത്ഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമക്കുന്ന സമയത്ത് മഹദിയുടെ മാതാവ് വയറ്റിൽ കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. എന്നിട്ട് പ്രസവിക്കുന്നത് വരെ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. ഒന്ന് വയറ്റിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് കാക്കണേ എന്നുള്ള പ്രാർത്ഥന, അത് പൈശാചികമായ ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും. മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ കാരണമാകും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ടപ്പോൾ മഹദിയെ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിച്ചത് സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ മറിയം ബീവിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. ഉടനെ തന്നെ ചോദിച്ചു, ഖാല യാ മറിയം, മറിയം ബീവിയെ, അന്നാ ലക്കി ഹാദാ, എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്? ആരാണ് ഈ ഭക്ഷണം തന്നത്? ഉടനെ തന്നെ പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ റബ്ബ് തന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല, ഇത് ഖുർആനിലെ ആയത്താണിത്, പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണിത്. വലിയ അത്ഭുതമൊന്നുമില്ല. ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആണോ? അല്ല, ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ്. ആർക്ക്? മറിയം ബീവിക്ക്. ഖുർആൻ പറഞ്ഞ സംഭവമാണ്. അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത്? അല്ല. അപ്പൊ ഈ മറിയം ബീവി പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബനിക്ക് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്.
ഹിസാബ്. അല്ലാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ ഖണ്ഡമാനം എന്താ വേണ്ടത്, വേണ്ടതെല്ലാം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കണക്കില്ല. നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ്, എന്ത് തുടങ്ങിയാലും സക്സസ് ആണ്, എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല. എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ്. തകർന്ന് 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 കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ 10 രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ ബിസിനസ്സായി പടർന്നു വന്നിരിക്കും. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇഷ്ടം പോലെ, തോന്നിയതുപോലെ, കണക്കില്ലാതെ അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. എങ്ങനെയാണ് അല്ലാഹുവിനെ പേടിക്കേണ്ടത്? നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ്, പക്ഷെ സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി, ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നും മറയത്തെത്തിയാൽ സ്വഭാവം മാറി, അധ്യാപകരുടെ, ഉമ്മയുടെ, ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ്. അല്ല, പർദ്ദ ധരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾക്കകത്തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല, പർദ്ദയില്ല, യൂണിഫോം മാത്രമാണ്. സ്വഭാവം മാറി, പെരുമാറ്റം മാറി, സംസ്കാരം മാറി. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അള്ളാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഹറാം ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ, കള്ളു കുടിക്കാൻ സാഹചര്യമുണ്ടായാൽ, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായാൽ, ഹറാം ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ, തോന്നിവാസങ്ങൾ ചെയ്യാൻ സാഹചര്യമുണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല, ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരെ അള്ളാഹുവിനെ പേടിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്ന മാറി നിൽക്കലാണ് ഇഹ്ഫദില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സൗണ്ട് തിരിയുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? എന്താ ഇഹ്ഫദില്ല എന്ന് പറഞ്ഞാൽ? ഹറാം ചെയ്യാൻ അവസരമുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട്, കള്ളു കുടിക്കാൻ അവസരമുണ്ട്, വ്യഭിചരിക്കാൻ അവസരമുണ്ട്, പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട്. മോഷണം നടത്താൻ അവസരമുണ്ട്, സിനിമ കാണാൻ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിൽ ആരും അറിയില്ല, ഞാനും ഇയാളുമല്ലാതെ, അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യത്തിൽ വരെ എന്റെ റബ്ബ് കാണുമല്ലോ എന്ന പേടിയോടെ ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ പള്ളിയിൽ പോയി നിസ്കരിക്കലൊന്നല്ല, തഹജ്ജുദ് നിസ്കരിക്കലല്ല, ഖുർആൻ ഓതലല്ല. ഹറാം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കലാണ്. അതാണ് തഖ്വ. ശേഷം അതിന്റെ വിശദീകരണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഞാൻ പറയുന്നത്, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അല്ലാഹു അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ഹിഫ്ള്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൊടുത്തു? അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു. എവിടെ? രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും, ആളുകൾക്കിടയിലും ഒറ്റയ്ക്കും എല്ലാ സമയത്തും അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും, നല്ല സംഖ്യ എല്ലാവരും ഇട്ടിട്ട് സഹായിക്കുക. ഇൻഷാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസയുടെ 50ാം വാർഷികം അല്ലേ? 50ാം വാർഷികമാണ് തറയിട്ടാൽ മദ്രസ. സമദ് ഉസ്താദ് അഹ്മദ് ഹുദവി ഇവിടെ ഉണ്ട്, എൻ്റെ ഉസ്താദാണ്. ഗോൾഡൻ ജൂബിലി ആണ് ഇൻഷാ അല്ലാഹ്. ഇന്നും നാളെ ആയിട്ട്, ഇന്ന് ലാസ്റ്റ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ബാധ്യതകളും കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ആ ബക്കറ്റ് നിങ്ങൾ ഒരു അർശിന്റെ തണൽ കിട്ടാനുള്ള ഒരു അമലായിട്ട് ഏറ്റെടുക്കണം.
ഏറ്റവും ഇഷ്ടമുള്ളൊരു നോട്ട് വലത് കൈയിലിടുക, ഇടത് കൈ അറിയരുത്, എങ്കിൽ അർശിന്റെ തണല് കിട്ടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോട്ട്, ആർക്കും വേണ്ടാത്ത നോട്ടുകൾ ഇടരുത്. 10ഉം 20ഉം ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അർശിന്റെ തണല് കിട്ടും അത്തരം ബക്കറ്റുകളിലൂടെ. ഉറപ്പാണ്, 100ൽ 100% എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ട് കെട്ടുകൾ, സംഖ്യകൾ ഇത്തരം ബക്കറ്റുകളിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇപ്പുറത്തുള്ളവരെയോ കാണിക്കാതെ നിങ്ങളുടെ കൈകൾ കൊണ്ട് ചുരുട്ടി പിടിച്ച് ഇത്തരം ബക്കറ്റുകളിലേക്ക് നിങ്ങളുടെ 2000 രൂപ നിങ്ങൾ 20 രൂപക്ക് പകരം 2000 രൂപയാണ് നിങ്ങൾ ഇടുന്നത്. 1000ന്റെയും 500ന്റെയും നോട്ടുകെട്ടുകൾ എവിടെ വാത് കണ്ടാലും എവിടെ ബക്കറ്റ് വന്നാലും ആരും കാണാതെ പേഴ്സിൽ നിന്ന് നോക്കിയിട്ട് പേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നോട്ട് എടുത്തിട്ട് അല്ലാഹുവേ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയുന്നില്ല, അർശിന്റെ തണല് തരണമെന്ന നിയത്തോട് കൂടിയിട്ടാൽ അർശിന്റെ തണല് കിട്ടും എന്ന് 100ൽ 100% ഉറപ്പാണ്. ആ സ്വതഖ അല്ലാഹു സ്വീകരിക്കുമെന്നും ഉറപ്പ് തന്നെയാണ്. കളയരുത്. നമ്മൾ അത്തരം വലിയ സുവർണ അവസരങ്ങളെ 10ഉം 20ഉം ഇട്ടുകൊണ്ട് കളയുകയാണ്, അവസരം നഷ്ടപ്പെടുത്ത അല്ലേ. നേരെ മറിച്ചപ്പോ ഞാൻ നിങ്ങളോട് 10,000 തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും, 2000 തരുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും, 1000 തരുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും. എന്ന ബക്കറ്റിൽ അത്തരം നോട്ടുകൾ കാണാറേയില്ല. ഉണ്ടാ? ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ബക്കറ്റിൽ 2000ന്റെ നോട്ട് കാണാറില്ല. മാക്സിമം പോയാൽ 100 രൂപ, 500ന്റെ നോട്ടുകൾ വരെ ബക്കറ്റുകളിൽ വളരെ വിരളമായിരുന്നു. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.